ഞങ്ങളുടെ പോലീസിൻ്റെ കിട്ടിയൊരു ആദരവ് സാധാരണ രീതിയിൽ ഫയർഫോഴ്സ് സേനാംഗങ്ങൾക്ക് കിട്ടാത്ത ഒരു ആദരവാണ് ഒരു മനുഷ്യരിൽ നിന്നും നമുക്ക് കിട്ടാത്തത്. വെച്ചാൽ ഞങ്ങൾ ഒരിക്കലും ഒരാളിൽ നിന്നും ഒരു പ്രത്യുപകാരം പ്രതീക്ഷിക്കുന്നില്ല. എല്ലാ രക്ഷാപ്രവർത്തനങ്ങൾ നടത്തി ഞങ്ങൾ മടങ്ങിപ്പോവുകയാണ്. എന്നാൽ അതിനെല്ലാം വിഭിന്നമായി ഒരു മൃഗം തിരിച്ച് വന്ന് നമ്മളെ ബഹുമാനിക്കുന്ന ഒരു ആദരവ് കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ജീവനക്കാരുടെ എല്ലാം കണ്ണു നിറഞ്ഞു പോയ ഒരു അവസ്ഥയാണ്. എന്ന് വെച്ചാൽ നമസ്കാരം, ടോക്കേഴ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നല്ലൊരു വാർത്തയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു നായയെ രക്ഷിച്ച ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥന്മാർക്ക് നല്ല ആദരവും സല്യൂട്ടും ഒരു നന്ദിയും പ്രകടിപ്പിച്ച ശേഷമാണ് ആ നായ മടങ്ങിയത്. തിരുവനന്തപുരത്താണ് ഈ സംഭവം നടക്കുന്നത്. തലയിൽ കുടം കുടുങ്ങിയ ശേഷം കുറെ നാളുകൾക്ക് ഭക്ഷണം കഴിക്കാൻ സാധിക്കാതെ നായ അലയുന്നത് കണ്ടപ്പോൾ നാട്ടുകാരോ ഫയർഫോഴ്സിലേക്ക് വിവരം അറിയിക്കുകയും ഫയർഫോഴ്സ് എത്തി ഉടനെ നായയെ രക്ഷിക്കുകയുമാണ് ചെയ്തത്. നായ രക്ഷിച്ച ശേഷം മറ്റു നായ്ക്കളൊക്കെ ആണെങ്കിൽ ഓടിപ്പോവുകയാണ് ചെയ്യുക. അതിന്റെ സംരക്ഷയ്ക്ക് വേണ്ടിയിട്ട് പെട്ടെന്ന് ഓടിപ്പോവുകയാണ് ചെയ്യാറ്. പക്ഷെ ഇന്ന് ഈ നായ കാണിച്ചത് വളരെ നന്ദി പ്രകടനവും അതുപോലെ അവർക്കുള്ളൊരു ആദരവും ബഹുമാനവും കൊടുത്ത ശേഷമാണ് ഈ നായ മടങ്ങിയത്. ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ തന്നെ പറയുന്നുണ്ട്, ഞങ്ങൾ ഈ നായയെ രക്ഷിച്ച ശേഷം ഞങ്ങൾക്ക് നല്ലൊരു ആദരവും ബഹുമാനവുമാണ് ആ നായ തന്നത്. നമ്മുടെ മനുഷ്യന്മാരിൽ നിന്ന് പോലും കിട്ടാത്ത ഒരു തരം ആദരവും നന്ദിയുമാണ് ഈ നായ ഞങ്ങളോട് കാണിച്ചതെന്നാണ് ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ നമ്മളോട് പറയുന്നത്. നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം. അദ്ദേഹത്തിന്റെ ആ വാക്കുകളിലേക്ക് ഒന്ന് പോയിട്ട് വരാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഞങ്ങളുടെ വീഡിയോ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഞങ്ങളെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് പോയിട്ട് വരാം. ഓടിക്കഴിഞ്ഞാൽ പിന്നെ മെനക്കെടാം. ജീവൻ രക്ഷിച്ച അഗ്നിരക്ഷാ സേനാ ഉദ്യോഗസ്ഥർക്ക് തെരുവ് നായയുടെ ഹൃദയത്തിൽ തൊടുന്ന നന്ദി പ്രകടനം. വൈക്കം ടി.വി.പുരം പള്ളിപ്പുറത്തുശ്ശേരിയിലാണ് സംഭവം. കുടത്തിൽ നായയുടെ തല കുടുങ്ങി ദിവസങ്ങളോളം ആഹാരം കഴിക്കാൻ പറ്റാത്ത ദുരിതത്തിലായിരുന്നു നായ. ഇത് ശ്രദ്ധയിൽപ്പെട്ട ആരോ ഫയർ സ്റ്റേഷൻ ഓഫീസിലേക്ക് വിളിച്ചറിയിച്ചു. പിന്നാലെ വൈക്കം ഫയർ സ്റ്റേഷൻ ഓഫീസർ ഷാജികുമാറിന്റെ നിർദ്ദേശമനുസരിച്ച് ഉദ്യോഗസ്ഥരുടെ സംഘം സ്ഥലത്തെത്തി. തുടർന്ന് നായയുടെ കഴുത്തിൽ കുടുങ്ങിയ പ്ലാസ്റ്റിക് കുടം കട്ടറും കത്രികയും ഉപയോഗിച്ച് മുറിച്ചു മാറ്റി. തല പുറത്തെടുത്തതിനു ശേഷം ഉടൻ നായ ഓടിമാറിയില്ല. പകരം ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരോട് സ്നേഹം പ്രകടിപ്പിച്ച് കെട്ടിപ്പിടിച്ചു. ഞങ്ങളുടെ പോലീസിൻ്റെ കട്ടറും അതിൽ നോർമൽ കട്ടറും കൊണ്ട് കട്ട് ചെയ്ത് സുരക്ഷിതമാക്കി. അതിനുശേഷം നമുക്ക് കിട്ടിയൊരു ആദരവ് സാധാരണ രീതിയിൽ ഫയർഫോഴ്സ് സേനാംഗങ്ങൾക്ക് കിട്ടാത്ത ഒരു ആദരവാണ് ഒരു മനുഷ്യരിൽ നിന്നും നമുക്ക് കിട്ടാത്തത്. വെച്ചാൽ ഞങ്ങൾ ഒരിക്കലും ഒരാളിൽ നിന്നും ഒരു പ്രത്യുപകാരം പ്രതീക്ഷിക്കുന്നില്ല. എല്ലാ രക്ഷാപ്രവർത്തനങ്ങൾ നടത്തി ഞങ്ങൾ മടങ്ങിപ്പോവുകയാണ്. എന്നാൽ അതിനെല്ലാം വിഭിന്നമായി ഒരു മൃഗം തിരിച്ച് വന്ന് നമ്മളെ ബഹുമാനിക്കുന്ന ഒരു ആദരവ് കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ജീവനക്കാരുടെ എല്ലാം കണ്ണു നിറഞ്ഞു പോയ ഒരു അവസ്ഥയാണ്. എന്ന് വെച്ചാൽ ഇതിന് ശേഷം നമ്മുടെ പുറകെ നമ്മുടെ വാഹനത്തിൻ്റെ ഞങ്ങളുടെ ജീവനക്കാരുടെ പുറകെയും അതേപോലെ വാഹനം വിട്ടുപോകുന്നപ്പോൾ അതിൻ്റെ പുറകെയും നടന്ന് വാലാട്ടി ഒരു നല്ലൊരു താങ്ക്സ്, എൻ്റെ രീതിയിൽ പറയണ ഒരു താങ്ക്സ് എന്ന് ഞങ്ങളെ പറഞ്ഞു വിട്ടു. ഞങ്ങളുടെ എല്ലാവരുടെയും മുഖം അതുപോലെ തന്നെ വളരെ ഒരു തീഷ്ണത ആ പട്ടിയിൽ നിന്നും കാണാനും അനുഭവിക്കാനും ഇടയായത് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു അധ്യായമായി മാറുന്നു. ഏറെ നേരത്തെ സ്നേഹപ്രകടനത്തിനു ശേഷം ഫയർഫോഴ്സ് വാഹനത്തിന് സമീപവും നായ നിലയുറപ്പിച്ചു. വാഹനത്തിൽ ഉദ്യോഗസ്ഥർ പോയതിനു ശേഷമായിരുന്നു നായ മടങ്ങിയത്. നിങ്ങൾ ഈ വീഡിയോ കണ്ടു കാണുമല്ലോ. ഈ നായയുടെ നന്ദി എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മളൊരു ചെറിയ ബിസ്ക്കറ്റിന്റെ കഷ്ണം കൊടുത്താൽ പോലും ഈ നായകൾക്ക് ആ നന്ദി എപ്പോഴും നമ്മളോട് ഉണ്ടാവുമെന്ന് നായ അറിയിക്കാറുണ്ട്. ഏറ്റവും കൂടുതൽ സ്നേഹം കാണിക്കുന്ന ഒരു ജീവി കൂടിയാണ് നായ. ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പോയ ശേഷം അവരുടെ വാഹനത്തിന് പിന്നാലെ ഓടിക്കൊണ്ടിരുന്നതെന്നാണ് ഈ നായ ഓടിയിട്ടുണ്ടെന്നാണ് അവർ പറയുന്നത്. അത്രയും സ്നേഹം അവരോട് ആ നായ കാണിച്ചിട്ടുണ്ട്, ബഹുമാനം. അതുപോലെ കെട്ടിപ്പിടുത്തം, നേരെ ദേഹത്ത് കയറി കെട്ടിപ്പിടിക്കുന്നതൊക്കെ നമുക്ക് ആ വീഡിയോയിൽ കാണാം.
ഇതുപോലുള്ള നല്ല വീഡിയോസ് ഞങ്ങൾ കൊണ്ടുവരാറുണ്ട്. ഇനിയും ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. തുടർന്നും ഞങ്ങളുടെ വീഡിയോ കാണുകയും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക. ഇന്ന് നിങ്ങളോട് വിട പറയുന്നത് മറ്റാരുമല്ല, ഇറ്റ്സ് മീ സൈനിങ് ഓഫ് ടോക്ക് ടെഷേഴ്സ്.